ഹായ് മൈ ഡിയർ AE ആസ്പിരൻസ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ വരാൻ പോകുന്ന LSTD AE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. നമുക്കിനി ഹാർഡ്ലി 3 to 4 മന്താണ് എക്സാമിന് വരാനുള്ളത്. അപ്പോൾ നമുക്കൊക്കെ നേരത്തെ കഴിഞ്ഞ AE എക്സാംസുകളിലൊക്കെ ഒരുപാട് കുട്ടികൾ പറയുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ എത്ര തന്നെ പഠിച്ചാലും, അതായത് സിലബസിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ എക്സാമിന് പോയാലും നമ്മളൊരു ഉദ്ദേശിച്ച പെർഫോമൻസ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു റാങ്ക് നമുക്ക് കിട്ടുന്നില്ല. അതായത് നമ്മൾ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ജോലി കിട്ടേണ്ട റാങ്ക് പലപ്പോഴും ഒരു 100ൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു 50ൻ്റെ താഴെ റാങ്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതായിരിക്കും, ഒരുപാട് ആളുകൾക്കുള്ളതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും, സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ടാവും, എന്നാലും ഈ എക്സാമിനോട് അടുപ്പിച്ചുള്ള ഒരു 2-3 മാസങ്ങളിൽ ഈ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ, അതായത് നിങ്ങൾ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതേ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള റിവിഷന്, അതുപോലെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിനോട് അടുപ്പിച്ച് വളരെ ടെൻഷൻ ആയിക്കൊണ്ട് ആ ഒരു ഭാഗങ്ങൾ തീർക്കാനുണ്ടല്ലോ, ഈ ഒരു ഭാഗങ്ങൾ തീർക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ എടുത്ത് പഠിക്കുക എന്നല്ലാതെ പ്രോപ്പർ റിവിഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ലാക്ക് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒരു വെൽ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു റിവിഷന്, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ട് വരാൻ പോകുന്ന LSTD AE എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, നല്ലൊരു റാങ്ക് തന്നെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു റാങ്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. സോ നമ്മൾ ഈ ഒരു റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ ലാസ്റ്റ് 3 മാസങ്ങളിൽ 3-4 മാസങ്ങളിൽ നമ്മളൊരു AE പോലുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വരുന്ന ഏപ്രിൽ മുതൽ സൈലം ടെക്നിക്കൽ ഒരു AE ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സുകൾ എടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ കംപ്ലീറ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബേസിക്സ് തൊട്ടിട്ട് ആ ഒരു AE ലെവൽ വരെയുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവരായിരിക്കാം, പഠിച്ചു കഴിഞ്ഞവരായിരിക്കാം. എന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്കിൽ ഡൗട്ട് വന്നു, അല്ലെങ്കിൽ ഒന്നും കൂടെ ആ ടോപ്പിക്ക് ഒന്ന് അറ്റൻഡ് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കംപ്ലീറ്റ് പാക്കേജ് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, നമുക്ക് റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ അതിൻ്റെ കൂടെ എല്ലാ ദിവസവും 2 മണിക്കൂർ നിങ്ങൾക്ക് ഓൾറെഡി ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ടോപ്പിക്കിനെ റിവൈസ് ചെയ്യുന്നു. അതിൽ നിന്ന് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ നേരത്തെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഇതൊരു സ്റ്റഡി പ്ലാൻ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്റ്റഡി പ്ലാൻ, അതല്ലെങ്കിൽ ആ പറയുന്ന ഷെഡ്യൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 2 മണിക്കൂർ ലൈവ് സെഷനുകളിൽ റിവിഷനും അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അറ്റൻഡ് ചെയ്യാം. അതല്ല, നിങ്ങൾ ആ ഷെഡ്യൂളിൽ തരുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ് ക്ലാസ്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ടോപ്പിക്കുകൾ അറ്റൻഡ് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ പറയുന്ന 2 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 മണിക്കൂർ ലൈവ് ഡിസ്കഷനുകളിൽ പങ്കെടുക്കാം. സോ എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നേരത്തെ പഠിച്ച് കഴിഞ്ഞ് ഇനി റിവിഷൻ എയിം ചെയ്യുന്നവരുണ്ടാകാം, അതല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയവരുണ്ടാവാം. എങ്ങനെ പഠിച്ചവരാണെങ്കിലും ഇനി നിങ്ങൾ ഈ പറയുന്ന AE ക്രാഷ് ബാച്ചിന് ജോയിൻ ചെയ്യുന്നില്ലെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ദിവസം ഒരു 8 മണിക്കൂർ, ഫോർ എക്സാമ്പിൾ ഒരു 8 മണിക്കൂർ പഠിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ എന്തിലോട്ട് മാറ്റി വെക്കണം, റിവിഷന് മാറ്റി വെക്കണം. അതിപ്പോൾ പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ, അതല്ല നേരത്തെ ഒരു 1 ഇയർ ഒക്കെ ആയിട്ട് പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ ഓൾമോസ്റ്റ് സിലബസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ തീർത്തിട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുക, മാക്സിമം റിവിഷനിലോട്ട് ഇനി എന്ത് ചെയ്യുക, സമയങ്ങൾ മാറ്റി വെക്കുക. സോ ഒരു ദിവസം വെറും 2 മണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് ഈ വരാൻ പോകുന്ന LSTD AE എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാം, പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം. സോ ഈ വരാൻ പോകുന്ന ഏപ്രിൽ വരാൻ പോകുന്ന AE ക്രാഷ് ബാച്ചിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഒന്നുമല്ല, നിങ്ങൾ ഈ വരാൻ പോകുന്ന AE എക്സാംസിൽ നല്ലൊരു റാങ്ക്, വെറുതെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നല്ല, ജോലി കിട്ടണം എന്നുള്ള രീതിയിലുള്ളൊരു ടോപ്പ് റാങ്ക് എയിം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു 3 മാസം റിവിഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ ദിവസം റിവിഷനും വേണ്ടി മാത്രം നിങ്ങൾ മാറ്റിവെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച ഒരു റാങ്ക് നേടിയെടുക്കാൻ പറ്റൂ. സോ ഈ ഒരു AE എക്സാംസിൽ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും നല്ലൊരു റാങ്ക് നേടിയെടുക്കാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു.